ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആരും തന്നെ ഇറാനിലേക്കോ ഇസ്രയേലിലേക്കോ അമേരിക്കയിലേക്കോ സന്ദർശനം നടത്തില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഇനി ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ പോലും വിശദീകരിക്കാൻ ഇന്ത്യക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ചർച്ചാ മധ്യേ ആക്രമണം നടത്തുന്നത് ന്യായമോ? ആക്രമണത്തെ അപലപിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യാനുള്ള ആ ഒരു ഗോൾഡൻ മൊമെന്റ് നഷ്ടപ്പെടുത്തി. ഇറാന്റെ പടക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഒരു കപ്പൽ ആക്രമിച്ചു. അമേരിക്കൻ ടോർപീഡോസ് അതിനെ മുക്കി. എന്നൊരക്ഷരം ഇന്ത്യ സംസാരിച്ചില്ല. അമേരിക്കയോട് വളരെ മാന്യമായി, നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാനാവില്ല ഉപരോധത്തിലൂടെ എന്ന് പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്ത ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. പഞ്ചപുച്ഛമടക്കി അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അമേരിക്കൻ ഉപരോധത്തിൽ ഇന്ത്യ അങ്ങ് പഞ്ചപുച്ഛമടക്കി ഞങ്ങളെ ഉപരോധത്തിൽ നിന്നും ഞങ്ങൾ എന്തും ചെയ്യാം, ഞങ്ങളെ ഉപരോധത്തിൽ നിന്നും ഒഴിവാക്കി തരൂ എന്ന് പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് നേരിട്ട് ചെയ്ത് തീർക്കാൻ കഴിയാത്ത ജോലികളുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമല്ലേ ചൈനയുടെയും റഷ്യയുടെയും മറ്റു ലോകരാജ്യങ്ങളുടെയും എല്ലാം പേര് പറയുന്നത്? അമേരിക്കയ്ക്ക് സ്ഥലമില്ലാത്ത പൂച്ചക്കെന്നാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്ന് പറയുന്നത് പോലെ തങ്ങൾക്ക് സ്ഥാനം വേണ്ടാത്ത, തങ്ങൾക്ക് ഇടമില്ലാത്ത ഇടത്ത് ഇരച്ചു കയറാൻ അമേരിക്ക നോക്കുകയും ചെയ്യരുത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നയതന്ത്രത്തിൽ, വിദേശ നയത്തിൽ പാളിച്ചകൾ ഉണ്ടായോ? ഇറാനെ ആക്രമിച്ചാൽ അവർ എന്തു ചെയ്യുമെന്ന് മുൻകൂട്ടി തന്നെ ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെ അതിനെ കാര്യമായി ഗൗരവത്തിൽ എടുത്തില്ലേ? ഖമനൈ കൊല്ലപ്പെട്ടപ്പോൾ അനുശോചിക്കാൻ പോലും ഇന്ത്യ തയ്യാറായില്ല. ഇറാനിലെ 175ഓളം സ്കൂൾ കുട്ടികളെ അമേരിക്ക ബോംബിട്ട് കൊലപ്പെടുത്തിയപ്പോഴും ഇന്ത്യ മൗനം പാലിച്ചു. സോണിയാഗാന്ധി ഇറാനെ അനുകൂലിച്ച് ലേഖനം എഴുതിയപ്പോൾ അതിനെ വിമർശിച്ച് പലരും രംഗത്ത് വന്നു. ഒടുവിൽ ഇന്ത്യയിൽ എണ്ണ ഗ്യാസ് ക്ഷാമം തുടങ്ങിയതോടെ ഇന്ത്യ നിലപാട് മാറ്റി. കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടത്തിവിടാൻ ഇറാനോട് ചർച്ച നടത്തുന്നു. ഇറാൻ പറഞ്ഞു ഇന്ത്യ തങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള സൗഹൃദ രാജ്യമാണ് എന്ന്. ഇതെല്ലാം നോക്കുമ്പോൾ കാര്യമായ പാളിച്ചകൾ നമ്മുടെ നയതന്ത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അതോ വെറും വിമർശനം മാത്രമാണോ ഇപ്പോൾ ഉയരുന്നത്? ഭാരതത്തിൻ്റെ വിഖ്യാതമായ വിദേശ നയം ഇന്നതിനെ പറയുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ്. അത് ആ അർത്ഥത്തിൽ തന്ത്രപരമായ പരമാധികാരം എന്നതിൻ്റെ അർത്ഥം സമഗ്രതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിലപാടുകൾ എടുക്കാൻ ഈ യുദ്ധസമയത്ത് ഇന്ത്യക്ക് കഴിഞ്ഞോ? ഇതാണ് ചോദ്യം. 5 വ്യത്യസ്തമായ ഫീൽഡുകൾ, 5 വ്യത്യസ്തമായ സംഭവങ്ങൾ. പ്രതികരിക്കാവുന്നത് പ്രതികരിച്ചോ? പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചോ? പരിശോധിക്കാം. 1, ഇറാൻ യുദ്ധം ആസന്നമായിരിക്കുന്ന സമയത്ത് ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആരും തന്നെ ഇറാനിലേക്കോ ഇസ്രയേലിലേക്കോ അമേരിക്കയിലേക്കോ സന്ദർശനം നടത്തില്ല. പ്രത്യേകിച്ച് യുദ്ധമാസന്നമാണ് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഒരിക്കലും പ്രത്യേകിച്ച് ഇസ്രയേലിലേക്ക് സന്ദർശനം നടത്തില്ല. പക്ഷേ നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞുറപ്പിച്ചത് പ്രകാരം ഇസ്രയേലിലേക്ക് പറന്നിറങ്ങി. അത് കഴിഞ്ഞ് മോദി തിരിച്ചെത്തി 48 മണിക്കൂറിനുള്ളിൽ, 2 ദിവസത്തിനുള്ളിൽ തന്നെ 28-ാം തീയതി, ഫെബ്രുവരി മാസം 28-ാം തീയതി ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. അപ്പോൾ അവിടെ ആ ടൈമിംഗ്, നയതന്ത്രത്തിന് ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ വിസിറ്റും അവിടെ എന്ത് പറഞ്ഞു എന്നതല്ല, എന്ത് ചെയ്തു എന്നല്ല, എന്ത് കരാറിലൊപ്പിട്ടു എന്നല്ല. ഡു യു വാണ്ട് ടു ബി with the wrong people at the wrong time, or do you want to be the right people at the wrong time, or do you want to be with the wrong people at the right time? ഇത് ചോദ്യമാണ്. ഒരിക്കലും ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഇനി ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ പോലും വിശദീകരിക്കാൻ ഇന്ത്യക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതാണ് ഒരു ഡിസിഷൻ. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് സംഭവിച്ച കാര്യം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കാൻ പോയതാണ് മോദി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തെളിയിക്കാനാവില്ല. ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് ഇസ്രയേലിനോട് അഭ്യർത്ഥിക്കാൻ പോയതാണ് എന്ന് പറയുന്നവരുണ്ട്.
അറിയില്ലല്ലോ നമുക്കറിയാവുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം, അതിൻ്റെ കൂടുതൽ മേഖലകൾ, അതിനുവേണ്ടിയാണ് പോയത്. മറ്റു കാര്യങ്ങളെല്ലാം ഇതുമായി ചേർത്തല്ല ഇപ്പോൾ വായിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്തെ വിസിറ്റ് ഒഴിവാക്കാമായിരുന്നു എന്ന് കരുതുന്നവരാണ് ഏറെ. 2, ഇറാൻ കെയിം അണ്ടർ അറ്റാക്ക്. ഏകപക്ഷീയമാണ് ആക്രമണകാരി ആരെന്നതിൽ സംശയമില്ലല്ലോ. ഇറാൻ അല്ലല്ലോ ഏകപക്ഷീയമായി ഗൾഫ് രാജ്യങ്ങളെയോ ഇസ്രായേലിനെയോ ആക്രമിച്ചത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആ ഗോൾഡൻ അവറിൽ ഇന്ത്യൻ സമയം രാവിലെ ഒരു 9:30-10 മണിക്ക് മുൻപ് ടെഹ്റാൻ നഗരത്തിൽ ഖൊമേനി ഉണ്ടായിരുന്ന സ്ഥലത്ത്, അയത്തുള്ള അലി ഖൊമേനി ഉണ്ടായിരുന്ന സ്ഥലത്ത് ആക്രമണം നടത്തി. ഖൊമേനി ആ നിമിഷം തന്നെ വധിക്കപ്പെട്ടു. ആദ്യ സമയത്ത് തന്നെ, ആദ്യ മിനിറ്റുകൾ വധിക്കപ്പെട്ടു. ഒരർത്ഥത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പലരും ചിന്തിക്കുന്നത് ചതിച്ചു കൊല്ലുകയായിരുന്നില്ലേ. എന്തുകൊണ്ടാണ്? 3 റൗണ്ട് ചർച്ചകൾ നടത്തി. ഒമാനിൽ വെച്ചും സ്വിറ്റ്സർലൻഡിൽ വെച്ചും നടത്തിയ സമാധാന ചർച്ചകൾ, ആണവ ചർച്ചകൾ. അതിൽ 3-ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 4-ാം റൗണ്ട് ഉടനെ ഉണ്ടാകും വിയന്നയിൽ. അവിടെ ആണവ പദ്ധതിയുടെ ഒരു നെറ്റിഗ്രിറ്റീസ് കൂടെ വർക്ക് ചെയ്യാം. ആണവോർജ്ജ ഏജൻസി ചെയർമാൻ കൂടി അതോടൊപ്പം ഉണ്ടാകും. അപ്പം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ചർച്ചാ മധ്യേ ആക്രമണം നടത്തുന്നത് ന്യായമോ? ആ ചോദ്യമാണ്. ഒരു പക്ഷവും പിടിച്ചുകൊണ്ടല്ല, ഒരു പക്ഷവുമില്ല, എനിക്കൊരു പക്ഷവുമില്ല കാര്യത്തിൽ. തെറ്റ് തന്നെയാണ്. അവിടെ ഇന്ത്യക്ക് വേണമെങ്കിൽ പറയാം, ഏകപക്ഷീയമായി നടത്തുന്ന ഒരു ആക്രമണവും നല്ലതല്ല. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ പല പ്രസ്താവനകളും കാശ്മീർ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ആളാവാം. അദ്ദേഹത്തോട് ചില വിയോജിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ടാവാം. പക്ഷേ ഇറാൻ ഭാരതത്തിൻ്റെ സുഹൃത്ത് രാജ്യമാണ്. ശത്രു രാജ്യമാണെങ്കിലോ സുഹൃത്ത് രാജ്യമാണെങ്കിലോ ഒരു പരമാധികാര രാജ്യം ആക്രമണ വിധേയമായാൽ, അതിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടാൽ അനുശോചനം അറിയിക്കുന്നു. ഇത് പറയാം. ആക്രമണത്തെ അപലപിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യാനുള്ള ആ ഒരു ഗോൾഡൻ മൊമെൻറ്റ് നഷ്ടപ്പെടുത്തി. 7 ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇറാൻ്റെ എംബസിയിൽ ചെന്ന് ഉദ്യോഗസ്ഥന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അനുശോചനം അറിയിച്ചു. ടൈം ഒരു ഫാക്ടറാണ്. 7 ദിവസം എന്ന് പറയുമ്പോൾ എല്ലാം ഒഴുകിപ്പോയി, ഗുഡ്വിൽ മുഴുവൻ ഒഴുകിപ്പോയതിനു ശേഷം നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ, ഐക്യദാർഢ്യം, അതിന് വിലയില്ലാതെ പോകുന്നു. അതാണ് 2. 3-ാമത് സംഭവിച്ചത്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു. ഉടനടി ഇന്ത്യ അപലപിച്ചു. അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ അപലപിക്കാത്ത ഇന്ത്യ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ അപലപിച്ചു. അത് ന്യായം. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഗൾഫ് രാജ്യങ്ങളെ, GCC രാജ്യങ്ങളെ ആക്രമിച്ചതിന് ന്യായീകരണങ്ങളില്ല. ഉടനടി അപലപിക്കാം. അതുമാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇറാനെ അപലപിക്കുന്ന പ്രമേയം സ്പോൺസർ ചെയ്തത് ഇന്ത്യയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഈസ് ത്രോയിങ് ഇറ്റ്സ് വെയ്റ്റ് ബിഹൈൻഡ് അമേരിക്ക ആൻഡ് ഇസ്രായേൽ ആൻഡ് ഓൾസോ ദി അറബ് ഇസ്ലാമിക് വേൾഡ് എന്ന് തോന്നാം. ഇറാനെ തള്ളിക്കളയുന്ന കൂടുതൽ ലോഹ്യം, കൂടുതൽ ഐക്യദാർഢ്യം ഇറാൻ്റെ മറുപക്ഷത്തോടാണ് എന്നതിൻ്റെ സൂചനയല്ലേ? അവിടെ ഒരു ബാലൻസിങ് ഇല്ലാതെ പോകുന്നു. അതേസമയം പറയാമായിരുന്ന കാര്യം എന്താണ്? ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അമേരിക്ക കുറ്റക്കാരൻ, ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇറാൻ കുറ്റവാളി എന്നതാണെങ്കിൽ ബാലൻസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ എടുത്ത നിലപാട് തെറ്റല്ല എങ്കിൽ പോലും അതിൻ്റെ സാഹചര്യം ബാലൻസ്ഡ് അല്ല എന്ന ഒരു ആരോപണം ഇന്ത്യ കേൾക്കേണ്ടി വന്നു. 4, ഇന്ത്യയുടെ ഫീഫ്ഡമാണ്, തിരുമുറ്റമാണ്, സ്വാധീന മേഖലയാണ് ഇന്ത്യ സമുദ്രം. ഇന്ത്യയുടേതാണെന്ന് പറയുന്നത് ശരിയല്ല എങ്കിലും ഇന്ത്യക്ക് നിർണായക സ്വാധീനമുള്ള, ഇന്ത്യക്ക് കാഴ്ചപ്പാടുള്ള, താല്പര്യങ്ങളുള്ള മേഖല. ആ മേഖലയിൽ ഇന്ത്യയിൽ നിന്നും വളരെ അകലെ അല്ലാതെ, ശ്രീലങ്കയിൽ നിന്നും കേവലം 40 നോട്ടിക്കൽ മൈൽ മാത്രം തെക്ക് ഗോൾ തുറമുഖത്ത് നിന്നും 40 നോട്ടിക്കൽ മൈൽ തെക്ക് മാറി ഇറാൻ്റെ പടക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഒരു കപ്പൽ ആക്രമിച്ചു, അമേരിക്കൻ ടോർപീഡോസ് അതിനെ മുക്കി. എന്നൊരക്ഷരം ഇന്ത്യ സംസാരിച്ചില്ല. ഇറാൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു, 3 കപ്പലുകൾക്ക് വേണ്ടിയും സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്ന് 5-6 ദിവസത്തിന് ശേഷം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തി രാജ്യസഭയിൽ. അത് മതിയാകുമായിരുന്നോ? അതൊരു ചോദ്യമാണ്. അത് മതിയാകുമായിരുന്നോ? പക്ഷേ ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ ഇറാൻ്റെ മറ്റൊരു കപ്പലിന്, അത് ഇന്ത്യയിൽ അതിഥിയായി വന്നതല്ലേ, ഒരു സേനാ അഭ്യാസത്തിന്, നാവിക അഭ്യാസത്തിന് വിശാഖപട്ടണം ഇന്ത്യ ആതിഥ്യമരുളിയ കപ്പലുകൾ, 3 കപ്പലുകൾ ഒന്നാണ് നഷ്ടപ്പെട്ടു പോയത്. മറ്റൊരു കപ്പലിന് ശ്രീലങ്ക അഭയം നൽകി, ഒരു കപ്പലിന്
ഇന്ത്യ അഭയം നൽകി. അങ്ങനെ ഡാമേജ് കൺട്രോൾ ഒരു പരുവത്തിന് നടന്നു എന്നതാണ് നല്ല കാര്യം. ഇനി 5ാമത്തെ തലത്തിലേക്ക് വരുന്നു. അവിടെ ഇന്ത്യ ഉണർന്ന് പ്രവർത്തിച്ചു. യുദ്ധം കഴിഞ്ഞ് 10ാം ദിവസം ഇന്ത്യ സടകുടഞ്ഞെഴുന്നേറ്റില്ല എങ്കിൽ പോലും കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള സ്ട്രാറ്റജിക് ഓട്ടോണമിയോടെ ചേർന്ന് നിൽക്കുന്ന ചില നിലപാടിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഓപ്പൺ ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അറ്റ് 2 ലെവൽസ്. 1, പ്രധാനമന്ത്രി തലത്തിൽ ഇറാൻ്റെ പ്രസിഡന്റുമായി സംസാരിച്ചു. മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോണിക് കോണ്ടാക്ട് ഉണ്ടായി. ഇറാന് വലിയ ആത്മവിശ്വാസം നൽകുന്ന പല കാര്യങ്ങളും സംസാരിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ തങ്ങളുടെ സിറ്റിസൻസിൻ്റെ ഒരു സുരക്ഷ, അത് പ്രാഥമിക പരിഗണനയാണ്. ഗൾഫ് രാജ്യങ്ങളെ നിങ്ങൾ ആക്രമിച്ചതിന് ഞങ്ങൾ അപലപിച്ചു. അതിനുള്ള കാരണം ഇന്ത്യയുടെ 90 ലക്ഷം പേര് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് നിങ്ങളോടും പറയുന്നു. അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഒരു പ്രധാനമന്ത്രി പറയേണ്ടത് തന്നെയാണ് അത് പറഞ്ഞത്. അത് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത്. ഇറാൻ അത് മനസ്സിലായി എന്നും അറിയാം. അതിനർത്ഥം ഇറാൻ നാളെ ആക്രമണം നിർത്തിവെക്കുമെന്നല്ല. അവർ തുടർന്ന് ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങൾ പരമാവധി ഒഴിഞ്ഞു. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത്ര ഭീതിതമല്ലല്ലോ. ചില വെടിവെച്ചുകൾ കേൾക്കുന്നുണ്ട്, തീയും പുകയും ചിലയിടത്തുനിന്ന് കാണുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് പാനിക് എന്ന് പറയുന്നത് ഇവിടെ ചില സോഷ്യൽ മീഡിയകളും മുഖ്യധാരാ മാധ്യമങ്ങളും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പടച്ചുവിടുന്നൊരു കാര്യമല്ലേ. അവിടെ അതിഭയങ്കരമായ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നതിൽ ആ രീതിയിൽ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ മക്കളെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ പ്രതിസന്ധിയിലാക്കുക, പാനിക് സിറ്റുവേഷനിലാക്കുക, അത് ന്യായമായ കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകുന്ന ഒരു ഉറപ്പ്, ഐക്യദാർഢ്യം വളരെ നല്ലതാണ്, വളരെ വലുതാണ്. അതുമാത്രമല്ല, നെഗോസിയേഷൻ അടുത്ത ഘട്ടത്തിലേക്കെത്തി. 4 പ്രാവശ്യമാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ സ്പീക്കിംഗ് ടു ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി ചില നിർണായക തീരുമാനങ്ങൾ എടുക്കത്തല്ലോ. ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പ്രകൃതിവാതകവുമായി, അത് ഖത്തറിൽ നിന്നും കയറ്റിയ പ്രകൃതിവാതകമാണ്, അതുകൊണ്ട് കടന്നു വരാൻ പറ്റുന്നു. ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് 2 ദിവസത്തിനുള്ളിൽ അത് അടുക്കും. വലിയ കാര്യമല്ലേ? ആദ്യമായിട്ടാണല്ലോ കൃത്യമായി ഇറാൻ്റെ ആക്രമണ ഭീഷണി ഒന്നുമില്ലാതെ ഇറാൻ അനുവദിച്ചുകൊണ്ട് തന്നെ അവിടെ വന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇറാൻ ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല എന്നതും ഒരു ശുഭോദർക്കമായ കാര്യമാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കും എന്ന രീതിയിലുള്ളൊരു നിലപാടില്ല. ഇന്ത്യയുടെ 22ഓളം കപ്പലുകൾ ഇപ്പോഴും പല ഇടങ്ങളിലായി ഗൾഫ് മേഖലയിലുണ്ട്, പേർഷ്യൻ ഗൾഫ് കടലിലുണ്ട്. അത് തിരിച്ചെത്തിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. അതുകൊണ്ട് ആദ്യം ലേശം അന്താളിച്ചു എങ്കിലും, ഒരു ബാലൻസ് ഇല്ല എങ്കിലും, സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിലും, വൈകി ഒരു ബാലൻസിങ് നിലപാടിലേക്ക് ഇന്ത്യ മാറുന്നു എന്നതാണ് ശുഭോദർക്കമായ കാര്യം. നമുക്ക് 2012 ഒരു കാര്യം സാറിനും ഓർമ്മ കാണും. അന്ന് 2012 ഇതേ അമേരിക്ക ഇന്ത്യയോട് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് കൽപ്പിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞത് US-ഉം യൂറോപ്യൻ യൂണിയനും ഉപരോധത്തിന് മൂർച്ച കൂട്ടി എന്ന് വെച്ച് ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ പോകുന്നില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ തീരുമാനം നാം അവർക്ക് വിട്ടുകൊടുത്തതുപോലെയാണ്. അമേരിക്ക പറയും, നാം അനുസരിക്കും. അങ്ങനെയായോ കാര്യങ്ങൾ? അതോ ഇതും വെറും ആരോപണം, കെട്ടുകഥ മാത്രമാണ്? അമേരിക്കയോട് വളരെ മാന്യമായി, നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാനാവില്ല ഉപരോധത്തിലൂടെ എന്ന് പ്രവൃത്തിയിലൂടെ കാട്ടിക്കൊടുത്ത ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്നാണ് 1998 പൊഖ്റാൻ സ്ഫോടനം നടന്നു, പരീക്ഷണം നടന്നു. ബുദ്ധൻ 2ാമത് ചിരിച്ച സമയം ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊഖ്റാൻ മരുഭൂമിയിൽ ഇന്ത്യ നടത്തിയപ്പോൾ അമേരിക്ക ചന്ദ്രഹാസമിളക്കി. ഇന്ത്യക്കെതിരെ കർശനമായ ഉപരോധം പ്രഖ്യാപിച്ചു. ഇന്ത്യ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾ നേരിട്ട് കൊള്ളാം. എത്ര ശാന്തമായിട്ടാണ്! അത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്താണ്. അതിനുശേഷം വാജ്പേയി ഒരു ടേം കൂടെ ഭരിച്ചല്ലോ. വാജ്പേയിയുടെ 2ാം ഗവൺമെൻറ്, 13 ദിവസത്തെ ആദ്യ ഗവൺമെൻറ്, ഇത് 13 മാസത്തെ 2ാം ഗവൺമെൻറ്, 98-99 കാലഘട്ടത്തിലെ 2ാം ഗവൺമെൻറ്. അതും കഴിഞ്ഞ് 3ാം ഗവൺമെൻറ് 1999 മുതൽ 2004 വരെ ഉണ്ടായിരുന്ന വാജ്പേയിയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി നയിച്ച NDA സർക്കാർ, ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തിയല്ലോ. പിന്നീട് അതായത് ഉപരോധമൊക്കെ ഒരു ഫലവുമില്ലാതെ പോയി. അമേരിക്കൻ ഉപരോധം ഇന്ത്യക്കെതിരെ ഒട്ടും ചിലവായില്ല. അതിനുശേഷം 2006 കഴിഞ്ഞപ്പോൾ ആണവ ചർച്ചയിലേക്ക് വരുമെന്ന് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് 2004. അതിനുശേഷം
ഇൻഡോ യുഎസ് സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് 123 എഗ്രിമെൻറ്റ് ഹൈഡാക്ട് അനുസരിച്ച് നടത്തിയ 123 അമേരിക്കൻ എനർജി സെക്യൂരിറ്റി ആക്ടിലെ 123 പ്രൊവിഷൻ അനുസരിച്ച് ഇന്ത്യക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ആണവ ഇന്ധനം ഉണ്ടാക്കാനും സ്വീകരിക്കാനും ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ നിന്നും വേണ്ട രീതിയിൽ ഇന്ധനം കിട്ടാനും സിവിൽ ന്യൂക്ലിയർ ആവശ്യത്തിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാനും ഒക്കെയുള്ള അനുവാദം, അവകാശം ഇതെല്ലാം ലഭിച്ചു. അമേരിക്കയുടെ ടെക്നോളജി ഉൾപ്പെടെ അമേരിക്കയുമായി അടുത്ത ബന്ധമുണ്ടായി. ഉപരോധം പ്രഖ്യാപിച്ച അതേ അമേരിക്ക തന്നെ വഴിക്ക് വന്നില്ലേ? അതേസമയം പഞ്ചപുച്ഛമടക്കി അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അമേരിക്കൻ ഉപരോധത്തിൽ ഇന്ത്യ അങ്ങ് പഞ്ചപുച്ഛമടക്കി ഞങ്ങളെ ഉപരോധത്തിൽ നിന്നും ഞങ്ങൾ എന്തും ചെയ്യാം, ഞങ്ങളെ ഉപരോധത്തിൽ നിന്നും ഒഴിവാക്കി തരൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെയാണ് ഇവിടെ 2012 അതേ മൻമോഹൻ സിംഗ്. ഇപ്പോൾ 2008-9 വർഷത്തെ മാന്ദ്യം പോലും നമ്മൾ മറികടന്നു എന്ന് ഓർക്കണം. ഉപരോധമൊക്കെ എന്ന് അവസാനിച്ചു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ അമേരിക്കൻ വിപണികൾ ഉൾപ്പെടെ തകർന്നടിഞ്ഞപ്പോഴും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ വിപണികൾ പിടിച്ചു നിന്നു. അതിനുശേഷം 2012 അമേരിക്ക നടത്തിയ നീക്കങ്ങൾ, അതിനെ കർശനമായി വിമർശിച്ചുകൊണ്ടാണല്ലോ മൻമോഹൻ സിംഗ് പ്രവർത്തിച്ചത്. അപ്പോൾ ട്രിപ്പോളിയിൽ ഗദ്ദാഫിയെ പുറത്താക്കാനായി നടത്തിയ നീക്കം, സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി 2003 നടത്തിയ നീക്കം, ഇതൊക്കെ കൃത്യമായി അതത് സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വിമർശിച്ചു എന്ന് പറയുമ്പോൾ നിലപാടുകളുള്ള ഒരു രാജ്യം അമേരിക്കയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു നിലപാടായിരുന്നില്ല ഭാരതത്തിന്. അതിൽ നിന്നും തികച്ചും വിഭിന്നമല്ലേ അമേരിക്കയെ പ്രീണിപ്പെടുത്താൻ വേണ്ടി എക്കാലത്തും സുഹൃത്തായിരുന്ന റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം കുറച്ചുകൊള്ളാം എന്ന് പറയുകയും അത് പ്രവർത്തിച്ചില്ല പൂർണ്ണമായി. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഞങ്ങൾക്ക് ചില ഉറപ്പുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, സോറി ടു സേ ദിസ്, ഉറപ്പുകൾ നൽകിയിട്ടില്ല, ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് കരളുറപ്പോടുകൂടി, ചങ്കുറപ്പോടുകൂടി എന്തുകൊണ്ട് ഇന്ത്യയുടെ നേതൃത്വം പറഞ്ഞില്ല? ഇതെക്കാലത്തും ഒരു കളങ്കമായി നിൽക്കും. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മിതമായ ഭാഷയിൽ പറയുക എന്നത് കൂടിയാണ് നയതന്ത്രം. അപ്പോൾ പിന്നെ അമേരിക്ക പറയുന്നത് പലതും കേട്ട് കണ്ടില്ല എന്ന് നടിച്ച് ഒക്കെ നിൽക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് ചില ബെനിഫിറ്റുകളുണ്ട്, ചില ട്രേഡ് ബെനിഫിറ്റുകളുണ്ട്, ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. നമ്മുടെ കോമ്പറ്റിറ്റേഴ്സുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ചില ഇക്കണോമിക് ബെനിഫിറ്റുകൾ ലഭിക്കും എന്നൊക്കെയാണ് ചിന്ത. നമ്മുടെ സുരക്ഷാ ഭീഷണിയും കൂടെ ചേർത്ത് വായിക്കണം. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ ഒരു ബാലൻസ് തീരുമാനത്തിൽ എത്തുന്നത് അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവരും കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിനെ ഇപ്പോൾ ഇന്ത്യ കണ്ണു ചുമ്മിയിരിക്കുന്നു, മുട്ടുമടക്കിയിരിക്കുന്നു, പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു, അമേരിക്കൻ തീട്ടൂരത്തിന് മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നു, ഏറാൻ മൂളിയായി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില സമ്മർദ്ദങ്ങൾ ഇന്ത്യക്ക് മേലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്ന ആരോപണം ശക്തമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് സോണിയാഗാന്ധി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ അതിനെ വിമർശിക്കുന്നതിന് പകരം ആ വിമർശനത്തിൽ, സോണിയാഗാന്ധി ഉയർത്തിയ വിമർശനത്തിൽ, ഇന്ത്യയുടെ നിലപാടില്ലായ്മയെക്കുറിച്ച് ഉയർത്തിയ വിമർശനത്തിൽ കഴമ്പുണ്ട് എങ്കിൽ അത് കണ്ടെത്തി തിരുത്തി ഒന്നാന്തരം സെൻട്രലിസ്റ്റ് പാത്തിലൂടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നിലപാടുകളുള്ള ചെറിയ കാലത്തും അങ്ങനെയാണ്. നമ്മൾ റഷ്യയോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ റഷ്യ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറിയപ്പോൾ 78 ഇന്ത്യ പറഞ്ഞു നിങ്ങൾ ചെയ്തത് തെറ്റ്. അന്ന് ഇന്ത്യയുമായി വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് ഓർക്കണം. അങ്ങനെയുള്ള നിലപാടുകളെടുത്ത, ധീരോജ്വലമായ നിലപാടുകളെടുത്ത ഭാരതം ഇന്ന് നിലപാടുകൾ എടുക്കാനോ അത് പരസ്യമായി പ്രഖ്യാപിക്കാനോ അമാന്തിക്കുന്നു എന്നത് ഖേദകരമാണ്. ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിർണായക നീക്കവുമായി ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും തുറന്നു നൽകിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിന് നേരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നിലവിൽ തന്ത്രപ്രധാനമായ ഈ ജലപാത തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇന്ത്യക്കുൾപ്പെടെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണോ? ഇന്ത്യയുടെ എല്ലാ കപ്പലുകളും കടന്നു വരാനുള്ള പച്ചക്കൊടി കിട്ടിയോ ഇറാനിൽ നിന്ന്? ഹോർമൂസ് ഒരു വലിയ പ്രഹേളികയായി തുടരുന്നു. യഥാർത്ഥത്തിൽ ഇറാൻ പറയുന്നത് എന്താണ്? ഹോർമൂസ് പൂർണ്ണമായി അടച്ചു എന്നാണോ? ചിലർക്ക് നേരെ ഹോർമൂസ് കടലിടുക്കിൻ്റെ വാതിലുകൾ ഞങ്ങൾ കൊട്ടി അടച്ചു എന്നാണോ? ചിലർക്ക് മാത്രം സ്വാഗതം എന്നാണോ? അതോ അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ
തങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടതുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾക്കും ഇസ്രായേലി കപ്പലുകൾക്കും മാത്രം എതിരെ തങ്ങൾ മിസൈലുകൾ പായിക്കും എന്നാണോ? ഇത് പലതും ആണ്. അവിടെ ക്ലാരിറ്റി കുറവാണ്. ഇറാൻ്റെ നിലപാടിൽ അവിടെ ഒരു ക്ലാരിറ്റിയുടെ കുറവുണ്ട്. ക്ലാരിറ്റി പൂർണ്ണമായി ഇല്ല എന്നല്ല, പക്ഷേ മനസ്സ് വായിച്ചെടുക്കാൻ ഇറാനിയൻ നയതന്ത്രത്തിൻ്റെ, ഇറാനിയൻ നിലപാടിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. എന്താണ് ആ മർമ്മം? ഇറാൻ ഈസ് പുഷ് ടു എ കോർണർ. മിക്ക രാജ്യങ്ങളും മൗനം പാലിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആഞ്ഞടിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ താവളങ്ങൾ അനുവദിച്ചുകൊണ്ട് അമേരിക്കയെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നു. ഇത് ഇറാന് വലിയ സുരക്ഷാ ഭീഷണി ആണ്. അതുകൊണ്ട് ഇറാൻ്റെ അന്നം മുട്ടിച്ചുകൊണ്ട് ഇറാനെതിരെ ഉപരോധം വർഷങ്ങളായി തുടരുമ്പോൾ തങ്ങളും ആരാണോ ഉപരോധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അവർക്കൊരു പണി കൊടുക്കുക, മറു ഉപരോധം. അതാണ് വജ്രായുധമായ ഹോർമോസ് അടച്ചിടുക വഴി, ഹോർമോസ് ഗതാഗതം നിയന്ത്രിക്കുക വഴി തങ്ങൾക്കിഷ്ടമുള്ള രാജ്യങ്ങൾ, തങ്ങളെ പിന്തുണയ്ക്കുന്ന, തങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന റഷ്യയും ചൈനയും ഒരുപക്ഷെ ഇന്ത്യയും പോലെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രം കടന്നു പോകാൻ വഴിയൊരുക്കുകയും മറ്റുള്ള യാനങ്ങൾക്ക് അവസരം നിഷേധിക്കുകയും ചെയ്യുക എന്ന ഒരു സെലക്റ്റീവ് ഐഡിയ. അതൊരു ഒരു സെലക്ടിവിറ്റിയാണ്. അതിനുള്ള റൈറ്റ്, അതിനുള്ള പവർ, അതിനുള്ള അന്തരീക്ഷം ഇറാന് ഉണ്ടോ എന്നതാണ് ചോദ്യം. അതിനുള്ള ജിയോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. കാരണം അതിൻ്റെ ടോപ്പോഗ്രഫി തന്നെയാണ്, അതിൻ്റെ ഭൂമിശാസ്ത്രം തന്നെയാണ്, അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് പ്രധാനം. ഇറാൻ്റെ അകത്തേക്കുള്ളിൽ തള്ളി നിൽക്കുന്ന, ഇറാന് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ കടലെടുക്കുക, 33-35 കിലോമീറ്റർ മാത്രം ഈ വീതിയുള്ള ആ ഭാഗത്തുകൂടി, കുപ്പിക്കഴുത്ത് പോലെയുള്ള ഭാഗത്തുകൂടി ഏത് കപ്പലുകൾ കടന്നു പോകുന്നെങ്കിലും ഇറാൻ്റെ ഒരു അനുവാദം, അല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ പീരങ്കികളുടെ മിസൈലുകൾ കണ്ണുവെട്ടിച്ച് വേണം പോകാൻ. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ ബാറ്ററി പൂർണ്ണമായി തച്ച് തകർക്കണം. അവിടെയാണ് അമേരിക്ക ഓൾട്ടർനേറ്റ് പ്ലാനുമായി വരുന്നത്. മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് ബലം പ്രയോഗിച്ച് കപ്പലുകൾ, അതിലെ യുദ്ധക്കപ്പലുകൾ വൻതോതിൽ അവിടെ വിന്യസിച്ച് അവയുടെ മധ്യത്തിലൂടെ സംരക്ഷണം നൽകിക്കൊണ്ട് എണ്ണക്കപ്പലുകൾക്ക് കടന്നു പോകാം എന്ന ഒരു ഫോർമുല. അതത്ര ശേലുള്ളൊരു ഫോർമുലയാണോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. അത് വർക്കബിൾ ആണോ എന്നും പറയാനാവില്ല. അത്രയധികം കപ്പലുകൾക്ക് കടന്നു പോകാനാവുമോ അറിയില്ല. അതൊക്കെ ഒരു ലോജിസ്റ്റിക്കൽ നൈറ്റ്മെയറാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അബ്ബാസ് അരാക്ചിയുടെ ഒരു പ്രസ്താവന വരുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒഴികെയുള്ള കപ്പലുകൾക്ക് കടന്നു പോകാം. അതിനർത്ഥം സൗദി അറേബ്യയുടെ ഉൾപ്പെടെ എണ്ണക്കപ്പലുകൾക്ക് സൗദിയിൽ നിന്നും, UAE നിന്നും, ഖത്തറിൽ നിന്നും, ബഹ്റൈനിൽ നിന്നും, ഇറാഖിൽ നിന്നും, കുവൈറ്റിൽ നിന്നും എണ്ണ വാങ്ങാനായി എത്തുന്ന ഫോറിൻ കപ്പലുകൾ, അവരുടേതായ കപ്പലുകൾ, അവയ്ക്കൊക്കെ കടന്നു പോകാമോ സുഗമമായി? അതേക്കുറിച്ച് ഇനിയും ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം എത്രത്തോളം ആർജവത്തോടു കൂടി എടുക്കാം എന്നതിനെക്കുറിച്ച് അത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഒരു സൂചന, നമുക്ക് ലേർലി സൂചന ലഭിക്കുന്നത് ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ വിചാരിച്ചാൽ സുഗമമായി ആ പ്രദേശത്തേക്ക് സപ്ലൈ എത്തിക്കുകയും അവിടുന്ന് അത്യാവശ്യ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്താൽ ഇറാൻ ആക്രമിക്കുമോ എന്ന് നോക്കിക്കാണുകയെങ്കിലും ചെയ്യാം. ആക്രമിക്കുന്നില്ല എങ്കിൽ അതൊരു താരിപ്പായി മാറും. അമേരിക്കയ്ക്ക് സാധിക്കാത്തത് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ കൂടെ വേണം കേട്ടോ. അവർ എണ്ണ വിൽക്കാൻ തയ്യാറാവുമെങ്കിൽ മാത്രം. അവരെ വിരട്ടി നിങ്ങൾ ഇന്ത്യൻ കപ്പലുകൾക്ക് എണ്ണ കൊടുക്കരുത് എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിൽ അവരതനുസരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ കഷ്ടമെന്നേ പറയൂ. ഒരുപക്ഷെ അമേരിക്ക അങ്ങനെ പറയില്ല. കാരണം എണ്ണ പിടിവിട്ട് പോവുകയാണെങ്കിൽ അത് ആത്യന്തികമായി അമേരിക്കയ്ക്ക് ദോഷം തന്നെയാണ്. അതുകൊണ്ട് പരമാവധി കപ്പലുകൾ അതിലേ വന്ന് എണ്ണ കൊണ്ടുപോകട്ടെ എന്ന് അമേരിക്ക വിചാരിക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് പാൻ ഔട്ട് ചെയ്യുന്നത്? ഒരുപക്ഷെ ഹോർമോസിനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ? ഇറാനെ ഒരു പരിധിയിൽ കൂടുതൽ പ്രകോപിപ്പിക്കാതെ മറ്റ് രാജ്യങ്ങൾ ഇറാനെ ഒന്ന് സന്തോഷിപ്പിച്ച് അറ്റ്ലീസ്റ്റ് അപ്പീസ് ചെയ്ത് തൽക്കാലത്തേക്കെങ്കിലും തന്ത്രപരമായി പെരുമാറി ഈ പ്രതിസന്ധിയുടെ ആഴം കുറയ്ക്കാൻ കഴിയുമോ? അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കാത്തത് ഒരുപക്ഷെ അമേരിക്കയോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരു പെപ്ടോക്കിലൂടെ സാധിക്കുമോ? അങ്ങനെയൊക്കെയുള്ള പുതിയ വഴികളാണ്. ഇപ്പം മുഖം കറുപ്പിച്ച് രണ്ട് പക്ഷവും നിൽക്കാതെ നടക്കുന്ന വഴികൾ. കാരണം ആത്യന്തികമായി യുദ്ധം നീളാനാവില്ലല്ലോ. ആർക്കും അത് നല്ലതല്ല, ലോകത്തിന് നല്ലതല്ല. അങ്ങനെയുള്ള വഴികളാണ് ആലോചിക്കേണ്ടത്. ഇവിടെ ഈ ഹോർമൂസ് അടച്ചിട്ടില്ല എന്ന് ഇറാൻ പറയുമ്പോഴും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കുമെന്നും ആഗോള വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സഖ്യകക്ഷികൾ ഒപ്പം നിൽക്കണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്.
ഹോർമുസ് പിടിച്ചെടുക്കാൻ ചൈന അടക്കമുള്ള രാജ്യങ്ങളോടും യുദ്ധക്കപ്പലുകൾ അയക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഹോർമൂസിൽ ഇറാന്റെ കുത്തക തകർക്കലാണോ ട്രംപിന്റെ ലക്ഷ്യം? എങ്ങനെ വേണം ഇതിനെ നോക്കിക്കാണാൻ? ഇറാന്റെ കുത്തകയാണ് ആയിരുന്നു ഹോർമൂസ് എന്നത് നമുക്ക് കൃത്യമായി പറയാവുന്ന കാര്യമാണ്. കാരണം ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ്, സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഇറാന് തന്നെയാണ്. കാരണം നമ്മളതിൻ്റെ മാപ്പ് നോക്കുമ്പോൾ ഹോർമൂസിൻ്റെ ഒരു ഘടന, രീതി, മാപ്പ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇങ്ങനെ വന്ന് കപ്പലുകൾ ഇങ്ങനെ വന്ന് വളഞ്ഞ് ഹോർമൂസ് ചുറ്റി പേർഷ്യൻ കടലിലേക്ക്, പേർഷ്യൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇറാൻ ഇങ്ങനെ ഈ മഹാമേരുവായി അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അമേരിക്ക പറയുന്നു ബലപ്രയോഗമാണ് ഞങ്ങളുടെ നിഘണ്ടുവിൽ പറഞ്ഞിട്ടുള്ളത്. വി വിൽ യൂസ് ഫോഴ്സ് ആൻഡ് വി വിൽ യൂസ് അതർ നേഷൻസ് ടു യൂസ് ഫോഴ്സ്. മറ്റു രാജ്യങ്ങളെ പോലെ ഉപയോഗിക്കുക. റഷ്യ ഒന്നും പറഞ്ഞിട്ടില്ല, ചൈന ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് വേണ്ടി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ്. റഷ്യൻ കപ്പലുകളും പടക്കപ്പലുകളാണ്, ചൈനീസ് പടക്കപ്പലുകളും ഒക്കെ വന്ന് നിർബന്ധമായി ഇറാൻ കുറുകെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന ഹോർമൂസ് തള്ളി തുറന്ന് അങ്ങോട്ട് കയറുക. ഇത് കേട്ടാൽ വിചാരിക്കും അങ്ങനെ കുറുകെ കപ്പലുകളൊക്കെ ഇട്ട് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കുറുകെ ബസ്സും കാറും ട്രക്കും ഒക്കെ ഇട്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഹോർമൂസ് കടലിൽ ഇറാൻ്റെ കപ്പലുകൾ ഇങ്ങനെ കുറുകെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഇറാൻ കരയിൽ നിന്നും ആക്രമിക്കും, അല്ലെങ്കിൽ കടലിൽ മൈൻ വിതറും, അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്ന ത്രെട്ട് മാത്രമാണുള്ളത്. പക്ഷേ അതിനെ അതിലംഘിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് യുദ്ധക്കപ്പലുകളോ, ഇപ്പോഴും യുദ്ധക്കപ്പലുകളല്ലല്ലോ അതിലേ പോകുന്നത്, അതിലേ ഒന്നും പോകുന്നില്ല, യുദ്ധക്കപ്പലുകളൊന്നും പോകുന്നില്ല. ഇതിൻ്റെ പുറത്തല്ലേ കപ്പലുകൾ കിടക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിന് വരെ എത്തുന്നതിന് മുൻപ് ഒമാൻ ഉൾക്കടലിലും അറബിക്കടലുമായിട്ടൊക്കെയല്ലേ USS എബ്രഹാം ലിങ്കനും ഇപ്പോൾ വരാൻ പോകുന്ന വലിയ ട്രിപ്പോളി, USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലുമൊക്കെ നിൽക്കുന്നത്. അതൊക്കെ നോക്കുമ്പോൾ അമേരിക്ക ഇപ്പോൾ പറയുന്നത് വി വിൽ ഗിവ് എ പുഷ്. ഞങ്ങൾ മാത്രമല്ല, ചൈനയും റഷ്യയും എല്ലാം കൂടെ ചേർന്ന് അവിടെ മാരിച്ചു പെറുക്കി ഹോർമൂസിലൂടെ കപ്പലുകളൊക്കെ അവിടെ കാട്ടത്തി വിട്ട് അവിടെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് അതിലെ മറ്റ് ഗതാഗതത്തിന്, മറ്റ് ജലഗതാഗതത്തിന്, ഓയിൽ ടാങ്കറുകൾക്കും പ്രൊവിഷൻ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്കും സുഗമമായി കടന്നു പോകാവുന്ന രീതിയിൽ പാത ഒരുക്കാം. ഇതെന്താ വെള്ളരിക്കപ്പെട്ട ഇത് കഥ പോലെ പറയാമെന്നല്ലാതെ ഇതൊക്കെ അങ്ങനെ നടക്കുന്ന കാര്യമാണോ? അത്രയ്ക്ക് അപകടകരമായ ഒരു മുനമ്പാണ്, അപകടകരമായ ഒരു വളവാണ് ഹോർമൂസ്. അതുകൊണ്ടാണ് ഈ ട്രംപ് ഏറെ പ്രതിരോധത്തിലാണ് എന്നതിൻ്റെ സൂചനയാണ് മറ്റു പല രാജ്യങ്ങളും തങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുന്നത് എന്നത് ചെയ്ത് കാട്ടിക്കൊടുത്താൽ മതിയല്ലോ. തങ്ങൾക്ക് നേരിട്ട് ചെയ്ത് തീർക്കാൻ കഴിയാത്ത ജോലികളുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമല്ലേ ചൈനയുടെയും റഷ്യയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും എല്ലാം പേര് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പം ട്രംപ് മാടി വിളിക്കുകയാണ്, വരൂ ഞങ്ങളോടൊപ്പം സഹകരിക്കൂ എന്ന്. അവർ പഠിച്ചു നിൽക്കുകയാണ്. അവർക്കറിയാം ട്രംപ് എന്ന കച്ചവടക്കാരൻ ഹി വിൽ ഓൾവേസ് എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന് നന്നായി അറിയാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ നേറ്റോ യുദ്ധത്തിൽ വരാത്തത്. ചുരുക്കത്തിൽ ബലം പ്രയോഗിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ, തള്ളിക്കയറാൻ, അങ്ങനെ ബലപ്രയോഗത്തിലൂടെ അകമ്പടി കപ്പലുകളുടെ സഹായത്തോടുകൂടി എണ്ണ ഹോർമൂസിലൂടെ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തെത്തിക്കാനാണ് തീരുമാനമെങ്കിൽ ഒരുപക്ഷെ ചില അത്യാഹിതങ്ങൾ അവിടെ നടന്നേക്കാം. വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം ലോകത്തിന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നയതന്ത്ര പരിഹാരമാണ്, ബലപ്രയോഗമല്ല. എൻ്റെ നിലപാട് ഞാൻ പറയുന്നു, എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നു. പ്രേക്ഷകർ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബലപ്രയോഗമല്ല, മറിച്ച് നയതന്ത്ര പരിഹാരമാണ് ഏകമാർഗം. അതിന് ഇറാൻ എന്ന പരമാധികാര രാജ്യത്തെ അംഗീകരിച്ചേ മതിയാകൂ. ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ചേ മതിയാവൂ. യുദ്ധമില്ലാ കരാറിൽ എത്തിച്ചേർന്നേ മതിയാകൂ. അതിൻ്റെ പ്രൊവിഷൻസ് രണ്ട് രാജ്യങ്ങളും വേണ്ട രീതിയിൽ അത് പാലിച്ചേ മതിയാകൂ. അമേരിക്കയ്ക്ക് സ്ഥലമില്ലാത്ത പൂച്ചക്കെന്നാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്ന് പറയുന്നത് പോലെ തങ്ങൾക്ക് സ്ഥാനം വേണ്ടാത്ത, തങ്ങൾക്ക് ഇടമില്ലാത്ത ഇടത്ത് ഇരച്ചു കയറാൻ അമേരിക്ക നോക്കുകയും ചെയ്യരുത്. മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ, അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അനാവശ്യമായ ഇടപെടലുകൾ, വേണ്ടാത്ത സംരക്ഷണം കൊടുക്കാൻ നോക്കരുത്. കൊടുത്ത സംരക്ഷണത്തിന് ഈടാക്കുന്നതിന് വേണ്ടി വെറും ബിസിനസ്സായി സംരക്ഷണ ബിസിനസ് എന്നത് അവസാനിപ്പിക്കുകയും നയതന്ത്ര പരിഹാരം ഇറാനും ഗൾഫ് രാജ്യങ്ങളുമൊക്കെ പരസ്പരം ബഹുമാനത്തോടെ കാണുകയും അവരുടെ ഇക്കോണമികൾ തമ്മിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്താൽ ലോകത്തിൻ്റെ പറുദീസയായി മാറില്ലേ വിഭവ സമൃദ്ധമായ മധ്യപൗരസ്ത്യ പ്രദേശം? ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കണം, അറബ് രാജ്യങ്ങളും അംഗീകരിക്കണം, ഹമാസും അംഗീകരിക്കണം, ഇറാനും അംഗീകരിക്കണം. ഇറാൻ എന്ന രാജ്യം എത്രയോ മനോഹരമായ സംസ്കാരമാണ്, എത്ര ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ്.
ഈ വലിയ സംസ്കാരത്തിൻ്റെ പിന്നെ കളിത്തൊട്ടിലല്ലേ ഇറാഖ് എന്നത് യൂഫ്രട്ടീസ് ടൈഗ്രിസിൻ്റെ ബാബിലോണിയൻ, അസീറിയൻ, സുമേറിയൻ സിവിലൈസേഷൻ്റെ തട്ടകമായിരുന്നല്ലോ. അങ്ങനെയുള്ള സംസ്കാരം നിലനിൽക്കണ്ടേ? ആ രാജ്യങ്ങൾ, സിറിയ, എത്ര മനോഹരമായ സംസ്കാരത്തിൻ്റെ ഭൂമിയാണ് സിറിയ. ഇതെല്ലാം ഇന്ന് വെറും നാശകോശമായി കിടക്കുകയല്ലേ? അതുകൊണ്ട് പാശ്ചാത്യ ശക്തികൾ ഈ പൗരസ്ത്യ പ്രദേശത്തിൻ്റെ പാരമ്പര്യവും നന്മകളും ശക്തിയും ഒക്കെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ സഹവസിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ ഇസ്രയേലിനെ കാട്ടി മറ്റു രാജ്യങ്ങളെ പേടിപ്പിക്കുക, മറ്റു രാജ്യങ്ങളിലൂടെ ഇസ്രയേലിന് ഭീഷണി ഉണ്ടാക്കുക, അതുവഴി തങ്ങൾക്ക് കടന്നു കയറാനൊരു ഇടമുണ്ടാക്കിയെടുക്കുക, നിഗൂഢമായ പദ്ധതികൾ അവസാനിപ്പിക്കേണ്ട സമയമായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം അമേരിക്കയ്ക്കെതിരെ കഠിനമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇങ്ങനെയുള്ള പ്രാകൃതമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി അനാവശ്യമായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറാനെ പോലെ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. അവസാനിപ്പിക്കണം. ഇതിനെല്ലാം പുറമെ ഞാൻ ഒന്നുകൂടി പലയാവർത്തി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇത് യുദ്ധം മാത്രമാണ്, ഇത് ആക്രമണം മാത്രമാണ്, ഗെയിമല്ല. ജീവിതങ്ങളാണ്, ഒരുപാട് കോടിക്കണക്കിന് ജീവിതങ്ങളാണ്. അവിടെയും നമ്മുടെ സഹോദരന്മാരും നമ്മൾ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട്, പരസ്പരം ആക്രോശിച്ചുകൊണ്ട്, പരസ്പരം പോരടിച്ചുകൊണ്ട്, പൊങ്കാലയിട്ടുകൊണ്ട്, കമൻറ്റുകളിൽ ഉൾപ്പെടെ പൊങ്കാലയിട്ടുകൊണ്ട് ആഹ്ലാദിക്കരുത്. നമ്മുടെ യുദ്ധം നമ്മുടെ അടുക്കള മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നയതന്ത്ര പരിഹാരമാണ് ആവശ്യം, ബലപ്രയോഗമല്ല. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നമ്മുടെ വിദേശ നയത്തിൽ പാളിച്ച സംഭവിച്ചു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒപ്പം ട്രംപ് ഹോർമൂസിൽ ലക്ഷ്യമിടുന്നത് എന്ത്, ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തമായ മറുപടി തന്നെ ലഭിച്ചു. വളരെയധികം നന്ദി.